പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ സ്തോത്രം. ദ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് എന്ന ഈ കുടിവരവിലേക്ക് കടന്നു വരുവാൻ സർവ്വകൃപാലുവായ കർത്താവ് ഇടയാക്കിയ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്ര കൃപയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും എന്റെ അപ്പന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതിന് മുഖാന്തരമായി തീർന്ന പ്രിയ ഹല്ലേലൂയ സ്തോത്രം സിസ്റ്റർ ബീന സിസ്റ്ററിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ സ്തോത്രം നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ മനോഹരമായ പാട്ടുകൾ പാടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആരാധിക്കുവാനൊക്കെ ഹല്ലേലൂയ സ്തോത്രം പ്രിയ റൂബി സിസ്റ്ററിനെ കുടുംബമായിട്ട് അതിനെ ലീഡ് ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുന്നത്, നമ്മുടെ മുമ്പിലായിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സൈന്യാധിപനായ കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ആമേൻ. അതുകൊണ്ട് ഭാരമെല്ലാം മാറ്റിക്കളയുക. ഹല്ലേലൂയ സ്തോത്രം. അതൊക്കെ എന്റെ കൈ തന്നേക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതൊന്നും നമ്മുടെ തലേ വെക്കാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വളരെ ഹല്ലേലൂയ സ്തോത്രം ദൈവ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഹല്ലേലൂയ എവിടെയായിരുന്നാലും, ഭവനത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു മനസ്സോട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഹല്ലേലൂയ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങൾ, പല പ്രതിസന്ധികൾ, പല പ്രതികൂലങ്ങൾ, പല ഇടങ്ങളിലും ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്ത് ഞാൻ തളരാനൊന്നുമില്ല. ആമേൻ. ഇതിനകത്തൊന്നും ഞാൻ പതറിപ്പോകാൻ ഒന്നുമില്ലെന്നേ. ഹല്ലേലൂയ. കാരണം എന്റെ അപ്പന്റെ കയ്യിലാ ഇതിന്റെ എല്ലാം നിയന്ത്രണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സംഭവിപ്പാനുള്ളത് ഹല്ലേലൂയ വചനത്തിൽ ഹല്ലേലൂയ പ്രവചനങ്ങളായി മുന്നമേ അറിയിച്ചിരിക്കുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഹല്ലേലൂയ സംഭവിപ്പാനുള്ളത്. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം നാം ചിലതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഉറക്കവും മയക്കവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രുവായ സത്താൻ മുഴുബലത്തോടെ പ്രവർത്തിക്കുമ്പോൾ തന്റെ വൃദ്ധന്മാരെ കൂടെ അവൻ തെറ്റിക്കാൻ നോക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ നോട്ടം ഹല്ലേലൂയ സ്തോത്രം സാധാരണ ലോക മനുഷ്യരിൽ അല്ല ഈ കാലയളവിൽ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? ഈ കാലയളവിൽ ശത്രുവിന്റെ നോട്ടം ഹല്ലേലൂയ വിശുദ്ധിയോടെ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന് അനുരൂപരാകാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കാന്തന്റെ വരവിന് നോക്കി പാർക്കുന്ന തന്റെ ജനത്തെ തെറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അജണ്ട. ഹല്ലേലൂയ. നമ്മളോർക്ക് നമ്മുടെ നന്മയെന്ന് തടഞ്ഞു, നമ്മുടെ അതൊന്ന് തടഞ്ഞു. നോ നോ നോ, അതല്ല. നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കനാനിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവ മുൻ നിർണയത്തിൽ നാം എത്തിച്ചേരാതിരിക്കുവാൻ അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താ ഹല്ലേലൂയ സ്തോത്രം ഒരു കളിക്കളത്തിൽ നിൽക്കുന്ന ലാഘവത്തോടെ ആകരുത്. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഹല്ലേലൂയ അലേർട്ടായി ജാഗ്രതയായി നാം ഈ കാലയളവിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഒരുക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ കർത്താവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, കർത്താവേ പുതുബലത്താൽ പുതുശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണേ. ആമേൻ. ഹല്ലേലൂയ. പുതുബലത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണേ, പുതുശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണേ. ഒരു പുത്തൻ അഭിഷേകത്തോടെ ഹല്ലേലൂയ മുന്നേറുവാൻ എന്നെ ഒന്ന് ശക്തീകരിച്ചാട്ടെ, എന്നെ ഒന്ന് ബലപ്പെടുത്തിക്കാട്ടെ കർത്താവേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന വിഷയം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ സ്തോത്രം നാം ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് സത്യമാ. പ്രൈസ് ദി ലോർഡ്. പലതും വിട്ടു എന്ന് പറയുന്നതും സത്യമാ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തിയെ ചോർത്തിക്കളയുവാൻ അവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നാം പോലും അറിയാത്ത വിധത്തിലുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട്
നാം ഹല്ലേലൂയ സ്തോത്രം വളരെ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം. ഹല്ലേലൂയ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഹല്ലേലൂയ കാണുന്നതെല്ലാം അല്ല, ദൈവസന്നിധിയിൽ ഇരുന്ന വിഷയങ്ങളെ വിവേചിക്കണം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത് കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പുതുശക്തിക്കായി പുതുബലത്താൽ കർത്താവിനോട് പറയണം, കർത്താവേ പോരാ, 2026 ഇനി മുൻപോട്ട് എനിക്ക് ചലിക്കണമെങ്കിൽ എനിക്കൊരു പുതുബലം വേണം. ഹല്ലേലൂയ എനിക്കൊരു പുതിയ ശക്തി വേണം. ഹല്ലേലൂയ ആ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കപ്പാ. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വിവേചന വരം വേണം. ഹല്ലേലൂയ സ്തോത്രം. കണ്ണുമട ചെല്ലാമെന്ന് വിശ്വസിച്ച് പറയുന്നതെല്ലാം ഹല്ലേലൂയ യെസ് പറഞ്ഞു മുന്നേറുവാനുള്ളവരല്ല ദൈവമക്കൾ, അല്ല ദൈവമക്കള്. പിന്നെയോ ഹല്ലേലൂയ സ്തോത്രം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഹല്ലേലൂയ അത് നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് ഒരു ഡീപ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായ ഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കണം. ഹല്ലേലൂയ അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. നോ നോ, അവരും ഇവരും പറഞ്ഞത് കേൾക്കാനുള്ളവരല്ല നമ്മള്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അപ്പൻ എന്താ പറയുന്നത് നമ്മൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമക്കളെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഹല്ലേലൂയ വ്യക്തിപരമായി നമ്മളോട് വ്യക്തമായി ഇടപെടുന്ന സർവശക്തനായ അപ്പനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാൻ ദൈവിക ആലോചനകൾ നിങ്ങൾ കേൾക്കുന്നത് തെറ്റാണെന്ന് പറയുകയല്ല. അതിന് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അഭിഷിക്തരുണ്ട്. ഹല്ലേലൂയ തെറ്റാണെന്ന് പറയുകയല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു പടിയുടെ ഹല്ലേലൂയ ഒരു പടിയുടെ ആമേൻ ഹല്ലേലൂയ ആത്മീയതയിൽ നിങ്ങൾക്കുമാകാമല്ലോ ഒരു പടിയുടെ ഹല്ലേലൂയ സ്തോത്രം. ആ ആത്മീയ ദർശനം പ്രാപിക്കുവാൻ, അത് സ്വപ്നത്തിൽ കൂടെ ഹല്ലേലൂയ ദൈവിക ആലോചനകൾ പ്രാപിക്കുവാൻ ഹല്ലേലൂയ നമുക്കുമാകാമല്ലോ. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ എന്നോട് സംസാരിക്കണമേ, കർത്താവേ എന്നോടൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിക്കുന്ന ഒരു അപ്പൻ മക്കളോട് സംസാരിക്കാതിരിക്കുമോ? എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാതാപിതാക്കൾ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ? ആണോ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം മകൻ അല്ലെങ്കിൽ മകൾ ഹല്ലേലൂയ സ്തോത്രം സ്വന്തം അപ്പനോട് പോയി ഹല്ലേലൂയ ഒരു കാര്യം ചോദിക്കുക, അപ്പോ ഇന്ന കാര്യത്തിന് ഒരു മറുപടി എനിക്ക് നൽകി തരണമെന്ന് പറഞ്ഞാൽ ആ അപ്പൻ തരാതിരിക്കുമോ ദൈവമക്കളെ? തരും നിശ്ചയം. അങ്ങനെയാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ഹല്ലേലൂയ സ്തോത്രം നമ്മെ ഹല്ലേലൂയ സ്തോത്രം സ്വന്തം സ്വരൂപത്തിൽ സ്വന്തം സാദൃശ്യ പ്രകാരം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സർവശക്തനായി നമ്മുടെ അപ്പൻ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം മറുപടി തരാതിരിക്കുമോ? തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളുടെ കാതുകൾ അതിനു വേണ്ടി ഒന്ന് ട്യൂൺ ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളോട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അന്യഭാഷയിൽ ആരാധിച്ച് ഹല്ലേലൂയ സ്തോത്രം നിർത്തരുത്. അവിടം കൊണ്ട് നിർത്തുവാനല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്കറിയാൻ വയ്യ അടുത്ത ചുവട് എവിടെ വെക്കണം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ ചുവടുകൾ എവിടെ എടുത്തു വെക്കണമെന്ന് അറിയാതെ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ സമയത്ത് മുകളിലേക്ക് അപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഹല്ലേലൂയ സ്തോത്രം തങ്കലേഖാഗ്രചിത്തരായിരിക്കുന്നവരിൽ തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഹല്ലേലൂയ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണ് ഹല്ലേലൂയ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൈതലിന്റെ വിഷയത്തിൽ കാണാതിരിക്കുമോ? ആമേൻ. Praise the Lord. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ മീറ്റിംഗിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ആലോചന തരണമേ എന്ന് കർത്താവിനോട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവ് എനിക്ക് ഈ ഒരു ഭാഗമാണ് എനിക്ക് തരുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. എവിടെയാണ്? ഒടുവിൽ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യേണ്ടവരാണ്? നമ്മൾ ശക്തിപ്പെടേണ്ടവരാണ്. ശക്തി ബലം ഏറ്റെടുക്കേണ്ടവരാണ്. കർത്താവിൽ നിന്ന് ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസ്യർ ലേഖനം ഹല്ലേലൂയ സ്തോത്രം
സ്തോത്രം നമുക്ക് സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണല്ലോ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 10 മുതലുള്ള വാക്യത്തിലാണ് ഹല്ലേലൂയ അത് ആരംഭിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. നമുക്കറിയാം എഫെസ്യ ലേഖനം ഹല്ലേലൂയ സ്തോത്രം പൗലോസ് താൻ എഴുതുന്നത് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം റോമാൻ ഹല്ലേലൂയ സ്തോത്രം കാരാഗ്രഹത്തിൽ താൻ ഹല്ലേലൂയ സ്തോത്രം ആദ്യം ഹല്ലേലൂയ 1-ാം പ്രാവശ്യം താൻ തടങ്കലിൽ 2 വർഷം കിടന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ കിടന്നുകൊണ്ട് അയ്യോ ഞാൻ ഹല്ലേലൂയ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇതിന് ഹല്ലേലൂയ എന്തു ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എന്താ ചെയ്തത്? തനിക്ക് ലഭിച്ച ദൈവിക കാഴ്ചപ്പാടിനും തനിക്ക് ലഭിച്ച വെളിപ്പാടിനും ദർശനത്തിനും ഒത്തവണ്ണം ഹല്ലേലൂയ തന്നിൽ ഹല്ലേലൂയ കടന്നു വന്ന ദൈവിക ആലോചനകളും താൻ അറിഞ്ഞ ദൈവിക സത്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പുറം ലോകത്തിലേക്ക് കാണിക്കുവാൻ, പുറം ലോകത്തെ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം താൻ ലേഖനങ്ങൾ എഴുതുകയാണ്. പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ഏതായിരുന്നാലും ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുന്ന കാരാഗ്രഹ തുല്യമായ അനുഭവങ്ങളാണെങ്കിലും അവിടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയും കർത്താവിന് വേണ്ടി. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഈ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം താൻ കുറ്റം ചെയ്യാതെ ഹല്ലേലൂയ സ്തോത്രം ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ 2 വർഷം ഹല്ലേലൂയ താൻ ആയിരുന്നപ്പോൾ 4 ലേഖനങ്ങൾ പുറത്തു വന്നു. ഹല്ലേലൂയ സ്തോത്രം. എത്ര നാളായി നമ്മൾ ഹല്ലേലൂയ ലേഖനങ്ങൾ വായിക്കുന്നു, എത്ര നാളായി ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് താൻ ആത്മീക മർമ്മങ്ങളെ വെളിപ്പെടുത്തുകയായിരുന്നു. താൻ കണ്ടതായ, കേട്ടതായ, അറിഞ്ഞതായ, തന്നെ പരിശുദ്ധാത്മാവ് അറിയിച്ചതായ ആത്മീക മർമ്മങ്ങൾ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തുകയായിരുന്നു, എഴുതുകയായിരുന്നു സഭകൾക്ക് വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ ആ ആത്മീക മർമ്മങ്ങൾ ഹല്ലേലൂയ താൻ പുറം ലോകത്തെ അറിയിക്കുമ്പോൾ തന്നെ തന്റെ സ്വന്തം ജീവിതത്തിൽ താൻ ഹല്ലേലൂയ ആയിരിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഞാൻ എസ്പെഷ്യലി ശുശ്രൂഷയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ നിങ്ങൾ പുറത്ത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ വ്യക്തിപരമായ പല വിഷയങ്ങൾ ഒരുപക്ഷെ മറുപടി ഇല്ലാതെ പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. ഹല്ലേലൂയ സ്തോത്രം. അതോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശുശ്രൂഷ നടക്കത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു ശുശ്രൂഷ ഒരുവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക സ്ഥാപനത്തിന് മുന്നമേയുള്ള മുൻ നിർണയമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ദൈവിക പദ്ധതി, ദൈവിക തിരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുന്നമേ ഉള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒരു മുൻ നിർണയത്തെ കുറിച്ച് ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകനോട് യഹോവയുടെ അരുളപ്പാടുണ്ടാകുകയാണ്. ഞാൻ ദൈവമക്കളെ നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ബലപ്പെടുത്തുവാൻ പറയട്ടെ. നാം ജനിക്കുന്നതിന് മുന്നമേ തന്നെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങൾ ഒരു മുൻനിർണയം ഉണ്ടായിരുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നമേ ഹല്ലേലൂയ സ്വർഗീയ പിതാവിന് നമ്മെ പറ്റി
പറ്റിയൊരു നിർണയമുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അത് ലോക സ്ഥാപനത്തിന് മുന്നമേയുള്ള നിർണയമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ അറിയാതെ നമ്മുടെ തലയിലെ ഒരു തലമുടി താഴെ വീഴത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ നാം എന്തിനാണ് ഭാരപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ബലമേറ്റെടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ധൈര്യമേറ്റെടുക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള ഹല്ലേലൂയ പ്രതിസന്ധിയിൽപ്പെട്ടു പൗലോസ് കിടക്കുമ്പോഴും അവന്റെ ഹല്ലേലൂയ ഒരൊറ്റ ഉദ്ദേശം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ കണ്ട ഈ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം അനേകർ അറിയണം, അനേകരെ കർത്താവിനെ രുചിച്ചറിയണം, അനേകരെ കർത്താവിന്റെ വിടുതൽ അറിയണം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നാം പലപ്പോഴും വേദനകളിൽ കൂടെ കടന്നുപോയാലും അതിന്റെ അപ്പുറത്ത് ഈ ലോകത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുവാൻ കഴിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ഹല്ലേലൂയ. കാരണം ആ നിത്യതയുടെ പ്രത്യാശയാൽ നമ്മുടെ ഉള്ളം നിറയുന്നവരായി നാം മാറണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വിടുതലുകളുടെ പുറകെ പോകരുത്. അതിനേക്കാൾ ഉപരിയാണ് ആ നിത്യത. അതിനേക്കാൾ ഉപരിയാണ് ഹല്ലേലൂയ കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലേക്ക് അതൊന്ന് ശക്തമായി ഏറ്റെടുക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയാൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാം കിട്ടി, എല്ലാം നേടി, ആ നിത്യത നഷ്ടപ്പെട്ടു പോയാൽ എന്തു വലിയ നഷ്ടമാണല്ലേ? ആണോ? ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ തയ്യാറാകണം, കർത്താവേ അങ്ങക്ക് ഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും അത്? ഹല്ലേലൂയ. അങ്ങക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്ക് വേണ്ടപ്പോ. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ ഹിതമല്ലാത്തത് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട. ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം. ഹല്ലേലൂയ. നിങ്ങൾ അത് പറയാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ആ സ്വർഗ്ഗത്തിലെ അപ്പൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളിൽ പ്രസാദിക്കുവാൻ ഇടയാകും. ആമേൻ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ അപ്പൻ നമ്മളിൽ പ്രസാദിച്ചാൽ ഹല്ലേലൂയ നാം ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി, നാം ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന അപ്പനാ നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വിചാരമല്ല എന്റെ വഴി, എന്റെ വിചാരം ഹല്ലേലൂയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് നമ്മുടെ വഴിയും കർത്താവിന്റെ വഴിയും തമ്മിലുള്ള ഹല്ലേലൂയ ഉയരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണമായി വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഈ നാളുകളിൽ നമ്മൾ ഉറക്കേണ്ട ഒരു വിശ്വാസം, ഉറക്കേണ്ട ഒരു വിഷയം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വല്ല വിധേനേ എനിക്ക് കർത്താവിന്റെ വരവിനൊന്ന് എടുക്കപ്പെടണം. ആമേൻ. ആ ഒരു നിശ്ചയം പ്രാപിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. പലതിലും ആത്മീക കോളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. ഹല്ലേലൂയ സ്തോത്രം. പലതിലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഹല്ലേലൂയ അതിസൂക്ഷ്മമായി ശ്രദ്ധയോടെ നമ്മൾ കാൽച്ചുവടുകൾ വെക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആ കരം ശക്തിയുള്ള കരം തന്നെയാണ്. ഉള്ളിൽ ഒരു ആഴമേറിയ വിശ്വാസം വേണം. ഞാനിപ്പോൾ ഹല്ലേലൂയ ആയിരിക്കുന്ന ഒരു തലം പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വളരെ ഹല്ലേലൂയ പ്രയാസപ്പെട്ടു പോകേണ്ട ഒരു വലിയ വിഷയത്തിന്റെ ഇടയിൽ നിൽക്കുക. പക്ഷെ എനിക്കത് ശകലം പോലും വേശുന്നില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എനിക്ക് വീസ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ അപ്പനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പൻ എന്നെ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നിർത്താനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ അപ്പൻ അത് നിർത്തും. ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഇത് നിറവേറട്ടെ. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കാരണം ഹല്ലേലൂയ ആഗ്രഹിച്ചിട്ട് വന്നതല്ല, എന്റെ അപ്പൻ എന്നെ കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 ദർശനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതാ. 3 സ്വപ്നത്തിൽ കൂടെ ഇടപെട്ട ഹല്ലേലൂയ സ്തോത്രം ഇവിടെ എത്തിച്ചെങ്കിലും അടുത്ത ചുവട് ഞാൻ എവിടെ വെക്കണമെന്നുള്ളത് അപ്പന് നന്നായിട്ട് അറിയാം. അത് അവിടുത്തെ നിർണയമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് സർവശക്തനായി എന്റെ അപ്പനാ. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് പതറത്തില്ല. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ഒരു ദൈവ പൈതൽ കുലുങ്ങരുത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാ? ഹല്ലേലൂയ സ്തോത്രം. എന്റെ പാറ യഹോവയുടെ മേൽ വെച്ചാൽ നീതിമാൻ കുലുങ്ങിപ്പോകാൻ യഹോവ സമ്മതിക്കത്തില്ല. കുലുക്കാൻ ലോകം നോക്കും.
നോക്കും, കുലുക്കാൻ ശത്രു നോക്കും. ഹല്ലേലൂയ, നിന്നെ വീഴിക്കാൻ അവൻ ഹല്ലേലൂയ സ്തോത്രം അവന്റേതായ പദ്ധതികൾ ഇടും. അവൻ കെണിയൊരുക്കും. ഹല്ലേലൂയ സ്തോത്രം. വീഴ്ച കാണുവാൻ അവൻ നോക്കി നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ വീഴ്ച കാണാൻ അവൻ നോക്കി നിന്ന കാണുന്നത് വീഴ്ചയല്ല, ബലവാനായവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നതാ അവൻ കാണാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ കരത്തിൽ ഹല്ലേലൂയ സർവശക്തൻ പിടിച്ചിരിക്കുന്നത് ശത്രു കാണുമെന്ന് അതിന്റെ അർത്ഥം നീ കുലുങ്ങി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുൻപിൽ ഇടുന്നതായ വിഷയത്തിന്റെ മേൽ വിടുതൽ അയക്കുന്ന ഒരു സർവശക്തനെ ശത്രു കണ്ടിട്ട് അവൻ ഓടും. ഹല്ലേലൂയ. പ്രൈസ് യു ആൻഡ് താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ ഒന്ന് പൂർണ്ണമായിട്ട് ആശ്രയിച്ചേ. ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ തെരഞ്ഞെടുത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഇവിടെ നാം വായിച്ചു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ. നാം വായിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം അതിന്റെ എഫെസ്യലേഖനം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 17 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തി നാം എന്തിനു വേണ്ടിയാണ് പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ഹല്ലേലൂയ നമ്മുടെ പിതാവിനെ വേണ്ടതുപോലെ നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. ആ ജ്ഞാനം, ആ പരിജ്ഞാനം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് ഹല്ലേലൂയ സ്തോത്രം ആത്മാവിനാൽ നിങ്ങൾ വെളിപ്പാട്, നിങ്ങൾ പരിജ്ഞാനം പ്രാപിക്കേണ്ടതിന്. എന്തിനുള്ള പരിജ്ഞാനമാണ്? നിങ്ങളുടെ പിതാവിനെ പറ്റി, ദൈവത്തെ കുറിച്ചുള്ള ഹല്ലേലൂയ ആ പരിജ്ഞാനം പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പാടിന്റെയും ഹല്ലേലൂയ സ്തോത്രം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സ്വർഗീയ പിതാവിനെ നാം തിരിച്ചറിയേണ്ട വിധത്തിൽ അറിയുവാൻ ഹല്ലേലൂയ ജ്ഞാനത്തിന്റെ ആത്മാവ് നാം പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. തീർന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഈ കാലയളവിൽ ആത്മീക ഗോളത്തിന്റെ ഹൃദയ ദൃഷ്ടിയെ ശത്രുവായ സാത്താൻ കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ജ്ഞാനത്തിന്റെയും ആ വെളിപ്പാടിന്റെയും ആഴം നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ സ്വർഗീയ ജ്ഞാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, സ്വർഗീയ വെളിപ്പാടിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അതിന്റെ ആഴത്തിലേക്കൊന്ന് കടത്തിവിടണമേ കർത്താവേ. ഈ കാണുന്ന കാര്യത്തിൽ വ്യാകുലപ്പെടാനല്ല, ഈ ഹല്ലേലൂയ വരുന്ന സംഭവങ്ങളിൽ അധൈര്യപ്പെടാനല്ല. ഒരു ജ്ഞാനത്തിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ എന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. Praise you Jesus. Hallelujah. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ഹല്ലേലൂയ. Praise the Lord. തീർന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. എല്ലാരും ഇറങ്ങി, ഞാനും ഇറങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എന്റെ അപ്പനും അമ്മ ഇറങ്ങി, ഞാനും ഇറങ്ങി. നോ, ഹല്ലേലൂയ നമ്മളുടെ മേലുള്ള ഒരു വിളിയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ആശ ഇന്നതെന്ന്. നാം എന്തിലേക്കാണ് പോകുന്നത്? നാം എന്തിനു വേണ്ടിയാണ് നോക്കി പാർത്തിരിക്കുന്നത്? എന്താണ് നമ്മുടെ പ്രത്യാശ? ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങളിൽ ആകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. നാം ഈ ലോകത്തിലെ വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം
സ്തോത്ര ഹല്ലേലൂയ എല്ലാം ആയി തീർന്നാൽ ഹല്ലേലൂയ അത് നഷ്ടപ്പെടുമ്പോൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മിലേക്ക് നിരാശ കടന്നു കയറും. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഉയരത്തിലുള്ളത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറട്ടെ. ഉയരത്തിലുള്ളത് ഹല്ലേലൂയ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ. ഉയരത്തിലുള്ളത് ഹല്ലേലൂയ ചിന്തിക്കുന്നവരായി മാറട്ടെ. ഉയരത്തിലുള്ളത് സംസാരിക്കുന്നവരായി മാറട്ടെ. ഉയരത്തിലുള്ളത് കേൾക്കുന്നവരായി മാറട്ടെ. ഉയരത്തിലുള്ളത് കാണുന്നവരായി മാറട്ടെ. ഉയരത്തിലുള്ള വെളിപ്പാട്, ഉയരത്തിലുള്ള ഹല്ലേലൂയ ചിന്ത, ഉയരത്തിലെ പരിജ്ഞാനം എങ്ങനെ പ്രാപിക്കണം? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ തീർന്നില്ല. അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് ഒരു ദൈവ പൈതലിന് ഒരു അവകാശമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം. ഹല്ലേലൂയ ഏതവകാശമാ ഉള്ളത്? ക്രിസ്തുവിന് എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശികളാണ് നാം. ഹല്ലേലൂയ 3-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹല്ലേലൂയ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആകണം. ഇത് ഹല്ലേലൂയ പൗലോസിൽ കൂടെ പുറത്തു വന്ന ഒരു മർമ്മമാണ്. ഹല്ലേലൂയ പൗലോസിൽ കൂടെ പുറത്തു വന്ന ഒരു വലിയ മർമ്മം എന്തെന്നറിയാമോ? ഹല്ലേലൂയ ജാതികളായ നമ്മൾക്ക് ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു സംബന്ധവും ഇല്ലാത്ത നമ്മൾക്ക് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിൽ കൂടെ ഹല്ലേലൂയ നമുക്ക് എന്ത് കിട്ടി? കൂട്ടവകാശം കിട്ടി. ഹല്ലേലൂയ ഏക ശരീരസ്ഥരാണ് നാം. വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ് നാം. ഹല്ലേലൂയ സ്തോത്രം. അകമൊന്ന് ഹല്ലേലൂയ അകത്തേക്കൊന്ന് ഇറങ്ങട്ടെ. നാം ആരാണ്? ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. നാം ആരാണ്? ക്രിസ്തുവിന്റെ ഏക ശരീരസ്ഥരാണ്. നാം ആരാണ്? ആ മണവാളന്റെ മണവാട്ടിയാണ്. നാം ആരാണ്? ആ ക്രിസ്തുവിനുള്ള വാഗ്ദത്തത്തിന്റെ അവകാശികളാണ് നാം. ഈ ലോകത്തിലെ ചെറിയ വിഷയത്തിന്റെ മുൻപിൽ തള്ളിക്കളയരുതേ. അത് വലിയൊരു മർമ്മമോ. ഹല്ലേലൂയ ഈ ലോകത്തിലെ ചില വിഷയങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം വിടുതൽ കിട്ടിയില്ല, അതോർത്ത് വലിയ വിഷയത്തെ തള്ളിക്കളയരുത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഉള്ളിലേക്കൊന്ന് ഹല്ലേലൂയ സ്തോത്രം മർമ്മം ഒന്ന് കയറട്ടെ അകത്തേക്ക്. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് നമ്മുടെ അവകാശം? ഇവിടെ പറയുന്നത് ഹല്ലേലൂയ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. ഹല്ലേലൂയ അതാണ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ് ആ അവകാശത്തിന്റെ മഹിമാധനം? ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ പറയാം. ക്രിസ്തുവിന്റെ ശരീരവുമായി ഏക ശരീരസ്ഥരാക്കുവാനായി തിരഞ്ഞെടുത്ത മണവാട്ടിയാണ് നമ്മൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ആ വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ് നമ്മൾ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടവകാശികൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ക്രിസ്തുവിനോട് ചേരുവാൻ. ഹല്ലേലൂയ ഡീപ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് നിങ്ങളോട് പറയുവാനായി കർത്താവ് തരുന്നത് ഹല്ലേലൂയ സ്തോത്രം ഭൗതികമായ വിഷയങ്ങളല്ല. ആത്മതലത്തിൽ നിങ്ങളുടെ അടിസ്ഥാനം ഒന്ന് ഉറയ്ക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറണം. ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി മാറണം. ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി മാറണം. അതാണ് ഹല്ലേലൂയ ഇവിടെ പറയുന്നത്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കാതിരിക്കുവാൻ, അതിന്റെ വലിപ്പം നാം അറിയാതെ ഇരിക്കുവാൻ, ഹല്ലേലൂയ ദുഷ്ടനായവൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാതിരിക്കുവാൻ ഹല്ലേലൂയ അവൻ അതിനെ മറച്ചു കളയും. എന്തുകൊണ്ട് മറച്ചു കളയും? ഭൗതിക വിഷയങ്ങൾ കൊണ്ട് മറച്ചു കളയും. ഭൗതികമായ ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങളിൽ വിടുതൽ നടക്കാതിരിക്കുക. ആ വിഷയത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മറച്ചു കളയുന്നു. ആത്മീക ആഴമില്ലാതെ അത് മറച്ചു കളയുന്നു. ആത്മീക ദർശനമില്ലാതെ അത് മറച്ചു കളയുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാൻ പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, അതുകൊണ്ട് തീർന്നില്ല. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വളരെ വ്യക്തമായി പറയുന്നത് ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആമേൻ, ഏതെങ്കിലും ഒരു വിഷയം മുമ്പിൽ വരുമ്പോൾ ഹല്ലേലൂയ പതറിപ്പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ആ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പൗലോസ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മർമ്മം എന്റെ ജനമൊന്ന് തിരിച്ചറിയണം, അവരുടെ അകക്കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നടക്കുന്ന വിഷയങ്ങളിൽ പതറിപ്പോകുന്നവരായി ദൈവജനമായി തീരാതിരിക്കണമെങ്കിൽ ആത്മീക കാഴ്ചപ്പാടുണ്ടാകണം. അതെ, ആ മർമ്മം ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്കൊന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് ദൈവമക്കളെ, എന്നോട് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറഞ്ഞത്, ഈ ഹല്ലേലൂയ കാലയളവിൽ നിനക്കൊരു ശുശ്രൂഷ കിട്ടിയാല് ഹല്ലേലൂയ സ്തോത്രം പറയേണ്ട ഒരു വിഷയം, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് വരാറായി, കാന്തേ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേറൊന്നും പറഞ്ഞ് സമയം കളയണ്ടാന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വേറെ പലതും പറഞ്ഞൊന്നും സമയം കളയണ്ട. പലതും പറയുന്നവര് കാണും, പക്ഷെ കർത്താവ് എനിക്ക് തന്ന ഇതാ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ വിളിച്ച നിങ്ങളെ വിളിച്ച വിളി ഹല്ലേലൂയ സ്തോത്രം ചെറിയ വിളിയൊന്നും അല്ല. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ യോഗ്യതയെ ഇല്ലാതെയാക്കുന്ന പാഴ് മണ്ണിലെ ആശ വിട്ടിട്ട് ഹല്ലേലൂയ മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. മണ്ണെ പ്രതി, ഈ മണ്ണിനെ ചൊല്ലി നിങ്ങൾ മാണിക്യത്തെ വെടിയരുത്. മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയരുത്. സൃഷ്ടിച്ച ഉടയവനും ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്ന അപ്പനും നമ്മളെ പോറ്റി പുലർത്താൻ കഴിയത്തില്ലേ? കഴിയത്തില്ലേ? കഴിയും. ആമേൻ. കഴിയും. എന്നോട് കർത്താവ് പല പ്രാവശ്യം ഹല്ലേലൂയ ബോംബെ വന്ന് ബഹറിലേക്ക് വരുമ്പോ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ നീ പോകുന്ന കൊള്ളാം, ഹല്ലേലൂയ സ്തോത്രം, നീ ജോലി ചെയ്യാനല്ലേ നിന്റെ വേല ചെയ്തോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ബഹറിനിൽ നിന്ന് യുകെയിലേക്ക് വന്നപ്പോൾ എനിക്ക് തന്ന ഹല്ലേലൂയ വാക്കിതാ, നിന്നെ ഞാൻ വിടുവാ, കാര്യമൊക്കെ ശരിയാ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പക്ഷെ നിന്നെ ജോലിക്കല്ല വിടുന്നത്. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞൊരു ദിവസം ഹല്ലേലൂയ ഇന്ന് രാവിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഈ വിഷയങ്ങളുടെ നടുവിലും കർത്താവ് നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ ഹല്ലേലൂയ സിസ്റ്റിനെ പറ്റി ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ. ആമേൻ. ഹല്ലേലൂയ. ഈ ദേശത്ത് കർത്താവ് അയച്ചത് കർത്താവിന്റെ വേല ചെയ്യാനാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ലോകത്തിന്റെ അവിടെ ഇവിടങ്ങളിൽ കർത്താവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പറയാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് ഒരു ജ്ഞാനവും ഇല്ല, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് തന്നിരിക്കുന്ന മഹിമയേറിയ വേലയും ശുശ്രൂഷകളും മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. ശമരിയ സ്ത്രീക്ക് ഹല്ലേലൂയ സ്തോത്രം പാരമ്പര്യം ഹല്ലേലൂയ പറയാനൊന്നുമില്ല, പിന്നെ പറയാനുള്ള നമുക്കറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ മശിയെ കണ്ടപ്പോ അവള് നിന്നില്ല, അവൾ ഓടി. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ നല്ലായിട്ട് അറിഞ്ഞു, നമ്മൾ നല്ലായിട്ട് അനുഭവിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി നമുക്ക് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. തട്ടിമുട്ടി പലയിടത്തും വീണു പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ചത് കർത്താവല്ലേ? കർത്താവല്ലേ? കുഞ്ഞേ, നിന്റെ കരം പിടിച്ച് നിന്റെ ഹല്ലേലൂയ നിർത്തിയത് ആ കർത്തനല്ലേ? പ്രകാശമനാഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം അപ്പനോട് പറഞ്ഞു, അപ്പാ എന്നെ കൊണ്ട് വയ്യ, പറഞ്ഞിട്ടുണ്ടോ? എന്നെ കൊണ്ട് വയ്യപ്പോ, എന്നെ കൊണ്ട് ഒരു ചൂട് പോലും വെക്കാം, എന്നെ കൊണ്ട് വയ്യ. എത്ര പ്രാവശ്യം പറഞ്ഞു? അതിന്റെ നടുവിലെല്ലാം ഹല്ലേലൂയ സ്തോത്രം നീ പൊക്കോ എന്ന് പറഞ്ഞ് നിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം നീ നിന്റെ പാട്ടിന് പോകുന്ന കർത്താവ് പറഞ്ഞില്ല, കുഞ്ഞേ ഞാനുണ്ട് നിന്റെ കൂടെ. ആമേൻ. ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്ദിച്ചാലും ഞാനുണ്ട് നിന്റെ കൂടെ. ആമേൻ. പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു തവണയല്ല, ഒത്തിരി 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 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനുണ്ട് കൂടെ. ആമേൻ.
ഒത്തിരി വേദനയുടെ, ഭാരത്തിന്റെ, നിന്ദകളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ കൂടി ഒറ്റയ്ക്ക് കടന്നുപോയ ഒത്തിരി വേളകൾ എന്റെ ജീവിതത്തിലുണ്ട്. അന്നൊക്കെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പതറിപ്പോവാൻ അപ്പൻ ഇടയാക്കിയിട്ടില്ല. ഉറപ്പിച്ച് നിർത്തത്തക്ക വിധത്തിൽ ഞാൻ ഹല്ലേലൂയ ആ ഇമ്പസ്വരം എന്നെ കേൾപ്പിച്ചു. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, കേവലം ഈ ലോകത്തിലെ ചില വിഷയങ്ങൾ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുതേ. ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകരുതേ. ഒറ്റ കാര്യം പറയാനുള്ള, കർത്താവ് വരാറായി. അവന്റെ വരവിന്റെ സംഭവങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ വരവ് ഹല്ലേലൂയ ഞൊടിയിടയിൽ സംഭവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ, കൈവിടപ്പെട്ടു പോകല്ലേ, കൈവിടപ്പെട്ടു പോകല്ലേ. പിന്നെ ഈ ലോകത്തിലെ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളല്ല നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ നിങ്ങൾക്ക് നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിമണ്ഡലത്തിൽ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിഷയങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു ഭൂമിയാണിത്. ഹല്ലേലൂയ, അതുകൊണ്ട് വല്ല വിധേനയും കർത്താവിന്റെ വരവിന് പോകണം. ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് കർത്താവ് തരും, തരും, തരും. അവൻ വിശ്വസ്തനാണ്. പറയുന്ന വാക്കിന് വള്ളിപുള്ളി വ്യത്യാസം വരുത്താത്ത ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്റെ മേൽ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് അഭിഷേകം തന്നത് എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കാനാണ്. എന്റെ ഹല്ലേലൂയ സ്വർഗീയ പിതാവിനെ വേണ്ടതുപോലെ ഒന്ന് അറിയാന് ഹല്ലേലൂയ സ്തോത്രം ആ ജ്ഞാനത്തിന്റെയും ആ വെളിപ്പാടിന്റെയും ആത്മാവിനെ എനിക്ക് നൽകി തന്നത്. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവന്റെ അവകാശത്തിന്റെ മഹിമാതനം വേണ്ടതുപോലെ എനിക്കൊന്ന് ഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മൾ സീറോ, ഈ ലോകത്തിൽ ഒരു സീറോ ആയി തീർന്നാലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഈ ലോകത്ത് ഞാൻ ഒരു സീറോ ആയി തീർന്നാലും ഹല്ലേലൂയ ഞാൻ എന്റെ കർത്താവിന്റെ പാദപീഠം വിട്ടു പോകത്തില്ലെന്ന്. ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ ദൈവമക്കളെ? അവിടെയാണ് നിങ്ങളുടെ വിജയം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വേണ്ട കർത്താവേ എന്ന് പറഞ്ഞപ്പോ മാറ്റിവെച്ച പല കാര്യങ്ങള് ഇല്ല, നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കർത്താവ് മാറ്റിവെച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നാം വിശ്വസ്തരായി നിന്നാൽ നമ്മുടെ തലയപ്പൻ കുനിപ്പിക്കത്തില്ല ദൈവമക്കളെ. ഞാൻ പൂർണ്ണ 100% നിങ്ങളൊന്ന് വിശ്വസിച്ചേ. നിങ്ങൾ ദൈവത്തിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തല കുനിക്കുവാൻ അപ്പൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മക്കൾ തലയും കുനിച്ച് നടക്കുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ലജ്ജിച്ച് തലകുനിച്ച് നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുമോ? ഇല്ല. പക്ഷേ ഹല്ലേലൂയ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആമേൻ. അപ്പൻ എന്തു പറഞ്ഞാലും ഹല്ലേലൂയ അവിടുത്തെ വാക്ക് അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നാം ഹല്ലേലൂയ സ്തോത്രം പ്രാപിച്ചെടുക്കേണ്ട ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്തിനു വേണ്ടി ഞാൻ ഇവിടെ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അവസാനം വായിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ, ഹല്ലേലൂയ. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതിരാവിലെ ഹല്ലേലൂയ കല്ലറക്കിലേക്ക് ഹല്ലേലൂയ പോയ ഹല്ലേലൂയ മറിയയുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവളുടെ ഹല്ലേലൂയ ചിന്തയിലെല്ലാം ഹല്ലേലൂയ സ്തോത്രം വലിയൊരു കല്ല്. ആമേൻ. കല്ലറയുടെ വാതിൽക്കലിരിക്കുന്ന ആ കല്ല് ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ചിന്തയാൽ കടന്നു ചെന്ന അവള് കണ്ടത് എന്താണ്? അവൾക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കാണുകയാണ്. എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. ആ ഹല്ലേലൂയ ക്രിസ്തുവിൽ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ അത്യന്ത ശക്തി വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ അത്യന്ത ശക്തി ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ സ്തോത്രം ആ വിടുതലുകൾ വ്യാപരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ പർവ്വത സമാനമായി നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രതിസന്ധിയെ കണ്ടു ഭാരപ്പെട്ടു മാറി നിൽക്കുന്നവരായി തീരാതെ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങളുടെ അധരത്തിൽ നിന്ന് പറയണം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയമേ, നിന്നെ സമഭൂമിയാക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കരം എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആമേൻ,
ഹല്ലേലൂയ സ്തോത്രം. നാം ഹല്ലേലൂയ സ്തോത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് അഭിഷിക്തനായ കോരശിനോടുള്ള ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ഞാൻ നിനക്ക് മുമ്പായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതിന്റെ അർത്ഥം നിന്റെ മുൻപിൽ വരുന്നതായിട്ടുള്ള സകല വിഷയങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. ഞാനാണ് നിന്റെ മുമ്പായി പോകുന്നത്. വാതിലുകൾ നിന്റെ മുമ്പിൽ അടയാതെ ഇരിക്കേണ്ടത് ഞാൻ നിനക്ക് മുൻപായി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചില ദുർഘടങ്ങളുണ്ട്. ഹല്ലേലൂയ. താമ്രവാതിലുകളുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ താമ്രവാതിലുകളെ ഹല്ലേലൂയ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് മുൻപായി കടന്നു പോകുന്നു. ദൈവവൈതലേ, ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നീ ഹല്ലേലൂയ എന്തായി തീരുമെന്ന് ചോദിച്ചു കൊണ്ടായിരിക്കുന്ന വിഷയത്തെ വേദനയോടായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി കടന്ന് പോയി നിന്റെ മുൻപിൽ ആയിരിക്കുന്ന ദുർഘടങ്ങളെ മാറ്റുമെന്ന്, സമഭൂമിയാക്കുമെന്ന്, പാതകളെ ഒരുക്കുമെന്ന്. അർദ്ധരാജകന രക്ഷാദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ട് ആരുടെയും ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. വ്യക്തിപരമായ ദൂതിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല, എന്നാൽ എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മീറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഇരിക്കുന്ന ജനത്തോട് അങ്ങ് സംസാരിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഉപകരണമായി മാത്രം ഞാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നിങ്ങളെ ദൈവം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങൾക്ക് വിടുതൽ തരുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ദുർഘടങ്ങളെ മാറ്റുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇരുമ്പോടാമ്പലുകൾ ഹല്ലേലൂയ, താമ്രവാതിലുകൾ, ഇരുമ്പോടാമ്പലുകൾ നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ഇത് കൊണ്ട് അവസാനിച്ചു എന്ന ഹല്ലേലൂയ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ചില വിഷയങ്ങളുടെ നടുവില ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ കുഞ്ഞേ ഹല്ലേലൂയ, നീ ചുവട് വെക്കുമ്പോൾ നിനക്ക് മുൻപിലുള്ള ആ ദുർഘടങ്ങളെ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് താമ്രവാതിലുകളെ തുറന്നു തന്നുകൊണ്ട് നിനക്ക് വേണ്ടി പാതയൊരുക്കുന്ന ഒരു സർവശക്തനുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ അപ്പൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ദൈവമല്ല, ദൈവമല്ല. രാശമനാദന ഓറിഖന്തുര അർത്തുനം ദാനഗരാജക ഓർഗലക ശാദനാദന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, കർത്താവെ ഞാൻ ഇത് എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മുൻപോട്ട് ഹല്ലേലൂയ ചുവട് വെക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ അടഞ്ഞു പോയ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവെ ഒരിടത്തു നിന്നും ഒരു ഹല്ലേലൂയ ആശ്വാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം നീ ആയിരിക്കുന്ന തലങ്ങളിൽ ഹുറാശകനം ദിലാരകനം ദുരാജകക്ഷാദന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മുൻപോട്ടുള്ള ഹല്ലേലൂയ ഒന്നും നീ കാണുന്നില്ല. സമുദ്ര തുല്യമായി അക്കരെ കാണാതെ മറുകര എന്താണ് അറിയാതെ നീ വേദനയോടെ ആയിരിക്കുന്നതിന് മുൻപിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി കടന്നു പോകും. ഞാൻ നിനക്ക് മുൻപായി കടന്നു പോകും. ഞാൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കും. എവിടെ നിന്ന് എന്ന് നീ ചോദിക്കുന്ന ചില തലങ്ങൾ അത് ബുദ്ധിമണ്ഡലത്തിന്റെ കാൽക്കുലേഷൻ വിട്ടിട്ട് പറ. പച്ചവെള്ളത്തെ വീങ്ങാക്കിയ എന്റെ അപ്പന്റെ കരം ശക്തിയുള്ള കരമാണ്, അത്ഭുതത്തിന്റെ കരമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറാകണം. ആമേൻ. Praise you and thank you Lord Jesus. Hallelujah. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയില് ആയിരിക്കുമ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. വചനത്തിന്റെ ശക്തി ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ വ്യാപരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കൾ ഹല്ലേലൂയ അതിന്റെ ശക്തി മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്തൊക്കെയോ തരണേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന അതല്ല പ്രാർത്ഥന. ഹല്ലേലൂയ സ്തോത്രം. ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി മാറണം. വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ അധരത്തിൽ നിന്ന് പുറത്ത് ഹല്ലേലൂയ വചനം
വചനം വരുമ്പോൾ അതിന്റെ ശക്തി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിയേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിൽ ഹല്ലേലൂയ വീഞ്ഞ് തീർന്നപ്പോൾ എവിടെ നിന്ന് വീഞ്ഞ് വന്നു? ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു ക്രിയേഷൻ ഉണ്ടാകുകയാണ്. എന്താണ് ഉണ്ടായത്? ഹല്ലേലൂയ, ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ, വെള്ളം വീഞ്ഞായി മാറി. അങ്ങനെ എന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ചില മേഖലകളിൽ ട്രാൻസ്ഫോർമേഷൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പരിവർത്തനം ഉണ്ടാകുന്ന തലം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, നിന്റെ തലമുറകളിൽ അത് വ്യാപരിക്കട്ടെ. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം ഉണ്ടാകുന്ന ഒരു ചലനം ഉണ്ടാകുന്ന, ഹല്ലേലൂയ, നിന്നു എന്ന് നീ പറയുന്നതിന്മേൽ, നിന്നു എന്ന് നീ വിചാരിക്കുന്നതിന്റെ മേൽ ഒരു ചലനം ഉണ്ടാകുന്ന വിഷയത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ മൂകതയിട്ടുകൊണ്ട്, ഹല്ലേലൂയ, സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞ് സമാധാനത്തെ ചോർത്തിക്കളഞ്ഞ് മുൻപോട്ട് വിടത്തില്ലെന്ന് ശത്രുവായവൻ അവൻ വാദിച്ചു വെല്ലുവിളിക്കുമ്പോൾ, കുഞ്ഞേ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് തന്നിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ, നിനക്ക് തന്നിരിക്കുന്ന ദൈവികമായിട്ടുള്ള വചനങ്ങളെ കയ്യിലെടുക്ക. അത് വാളാണ്. Praise you and thank you, Lord. Hallelujah. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യർ ലേഖനത്തിൽ ഹല്ലേലൂയ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ഹല്ലേലൂയ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഹല്ലേലൂയ ശക്തിപ്പെടുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നാം ഹല്ലേലൂയ, സ്തോത്രം, ആ വചനത്തെ കയ്യിലെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, വചനം ഹല്ലേലൂയ സർവായുധ വർഗമാണ്. അത് ആത്മാവിന്റെ വാളാണ്. ഞാൻ പറഞ്ഞു വരുന്ന ആ ഭാഗത്തേക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിന്റെ വാളായ വചനം കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, ഉപവാസത്തിൽ, ഹല്ലേലൂയ, കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ഡിക്ലയർ ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ പറ, നിങ്ങളുടെ അധരത്തിൽ നിന്ന് അത് പുറത്തു വരട്ടെ. കാണാത്ത കാര്യങ്ങളെ കൺമുൻപിൽ എന്ന പോലെ വിശ്വസിക്കാൻ തയ്യാറാണോ? അകത്തളങ്ങളിൽ ഉള്ള ചില ശൂന്യതകളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവസാനിച്ചു എന്ന് പറയുന്ന ചില തലങ്ങളെ തൊടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ജീസസ് നെയിം, ഹല്ലേലൂയ. കർത്താവേ, കുറെ നാളായല്ലോ ഞങ്ങൾ ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഒരനക്കവും കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ലക്ഷണവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഓ പ്രിയ ദൈവ പൈതലേ, നിന്റെ വിശ്വാസം നീ തള്ളിക്കളയരുത്. ഹല്ലേലൂയ, 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 സ്തോത്രം. പലതും നീ കൺമുൻപിൽ കാണുന്നുണ്ടാവത്തില്ല. ഹല്ലേലൂയ, അകത്തളങ്ങളിൽ വിശ്വാസത്തോടെ അത് കാണുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഓ, എന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണാൽ കാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ട് മുമ്പില്. ഹല്ലേലൂയ, എന്റെ അപ്പൻ എന്റെ ഹല്ലേലൂയ തലമുറയെ പറ്റി പറഞ്ഞ വാഗ്ദത്തമുണ്ട്. അത് നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ആമേൻ. ഡിക്ലയർ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രോമിസുകളെ, വാഗ്ദത്തങ്ങളെ ഡിക്ലയർ ചെയ്യ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെ ആകുമെന്ന് പറഞ്ഞ അരുമനാഥന്റെ വചനം ഏറ്റെടുക്ക്. അതേ കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, ഞാൻ അധമമായത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഉത്തമമായത് ഞാൻ പ്രസ്താവിക്കുക, ഞാൻ എന്റെ അധരത്തെ തുറക്കുകയാണ്. ആ ഉത്തമമായത് നമ്മൾ പ്രസ്താവിക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നീ എന്റെ വായ് പോലെ ആകും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവാക്കിയ സർവശക്തന്റെ അധരം, അവിടെ നിന്ന് വന്ന വാക്കുകളാണ് ഈ പ്രപഞ്ചത്തെയും ഈ സകലത്തെയും സൃഷ്ടിച്ചത്. ആ സർവശക്തന്റെ ശക്തി, ഹല്ലേലൂയ, ആ സർവശക്തന്റെ വാക്കുകളിൽ ഹല്ലേലൂയ ഉള്ള ശക്തി ദൈവ പൈതലേ നിന്റെ അധരത്തിൽ സ്വർഗം തന്നിട്ടുണ്ട്. ആ അധികാരമുണ്ട്. ആ നാവിനെ ഹല്ലേലൂയ അതും ഇതും പറയാൻ ഉപയോഗിക്കാതെ, ഹല്ലേലൂയ, സ്തോത്ര, ഉത്തമമായത് പ്രസ്താവിക്കുന്നവരായി മാറുക. ഹല്ലേലൂയ, പലതും കേൾക്കുമ്പോൾ ഹല്ലേലൂയ കേട്ടില്ലപ്പെട്ടിരിക്കണമെന്ന്, പലതും ഹല്ലേലൂയ ചെവികളിലേക്ക് വരുമ്പോൾ മറുപടി പറയാതെ ഇരിക്കണമെന്ന്, ചില മേഖലകളിൽ നിന്നിലുള്ള ഹല്ലേലൂയ അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ നിന്റെ അധരത്തെ ശത്രു ഉപയോഗിക്കത്തക്കവണ്ണം ഉള്ളത് നിന്റെ ചെവിയിൽ കൂടെ കടത്തിവിടും.
നിന്റെ ചെവിയിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം ദുഷ്ടൻ പല വാക്കുകൾ കടത്തിവിടും. പക്ഷെ സൂക്ഷിക്കുക, നിന്റെ അധരത്തെ നീ ഉത്തമമായത് പ്രസ്താവിക്കുവാനുള്ള വ്യക്തി ജീവിതമാണ്. നീ ഉത്തമമായത് പ്രസ്താവിക്കുവാനുള്ള ഒരു ദൈവ പൈതലാണ്. നിന്റെ അധരത്തിൽ കൂടെ നീ പലതും കേട്ടാലും കേട്ടില്ലാത്തതുപോലെ, നീ പലതും കണ്ടാലും കണ്ടില്ലാത്തതുപോലെ നിന്റെ അധരം ഉപയോഗിക്കേണ്ടത് ഉത്തമമായത് പ്രസ്താവിക്കാൻ. ഉത്തമമായത് നീ പ്രസ്താവിക്കാൻ നിന്റെ കുടുംബത്തിൽ തുടങ്ങുമ്പോൾ നീ കാണാത്ത കാര്യങ്ങൾ നീ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി നിന്റെ കുടുംബത്തിൽ ആരംഭിക്കുക. മറ്റു പലരും നോക്കി നിന്നിട്ട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? കുഞ്ഞെ, നീയാണ് നിന്റെ കുടുംബത്തിന്റെ നടുത്തൂണ്. ഓ ചിരാവ ശബല നീയാണ് ദൈവ പൈതലേ, നീയാണ് നിന്റെ കുടുംബത്തിന്റെ നടുത്തൂണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ നിവർന്നു നിൽക്കാൻ തയ്യാറാകുന്നിടത്തോളം നിന്റെ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ഉറക്കായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നീ എഴുന്നേറ്റിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റിരിക്കാറുണ്ടോ? ആമേൻ. എന്റെ പിള്ളേർ എന്നെ കളിയാക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അമ്മയ്ക്ക് ഉറക്കവും ഇല്ല, പിന്നെ ചിലതൊന്നും ഇല്ല. സത്യം, ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ആവശ്യത്തിനുള്ളതൊക്കെ സർവശക്തൻ തരുന്നുണ്ട്. അത്രയൊക്കെ മതി. ഹല്ലേലൂയ. പിന്നെ അപ്പൻ വിളിച്ചുണർത്തുമ്പം ഹല്ലേലൂയ എന്നെ കൊണ്ട് വയ്യായെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടന്നാല് ശരിയാകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഭവനത്തിന്റെ നടുത്തൂണാകാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. ചുറ്റും നീ വിപരീതമായിട്ടുള്ളത് കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അധരത്തിൽ നിന്ന് ദൈവിക വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ഹല്ലേലൂയ വചനങ്ങളും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാ ഭവനത്തിലും അതിനുള്ള സാഹചര്യം ഒത്തൊന്നും വരത്തില്ല. പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു വ്യക്തി ഒരു ഭവനത്തിൽ വചനം പറയുകയും അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്തോത്രം, സ്തുതി, പ്രാർത്ഥന ഉയരുകയും ചെയ്താൽ ശത്രുവിന് ആ ഭവനത്തിൽ കടന്നു കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സ്വർഗത്തിലെ അപ്പ, നീ എന്റെ ഭവനത്തിന് ചുറ്റും തീമതിലായി നിൽക്കണമെന്ന് പറയുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്തോത്രം, നോഹയെ ഓർത്ത തന്റെ കുടുംബത്തെ യഹോവ രക്ഷിച്ചു, വിടുവിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെ ഓർക്കും? തന്റെ മക്കളെ ഓർക്കും. ഒരു കുടുംബത്തിൽ പ്രാർത്ഥിച്ച് പാദപീഠത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പാ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പന് ഹല്ലേലൂയ പിന്നെ ഹല്ലേലൂയ അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ പറഞ്ഞത്, മോശേ നീ എന്നെ ഒന്ന് വിട്, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. Praise the Lord. Hallelujah. ഇതുങ്ങളൊക്കെ ദുശാട്ടിയുള്ള ജനമാ, ഇപ്പൊ ഞാൻ കാണിച്ചേക്കാം. ഹാലലുയ. പക്ഷെ മോശ പറഞ്ഞപ്പോ ഹാലലുയ സ്തോത്രം. ആമേൻ. പറ്റുവോ? സർവശക്തനായ അപ്പന്റെ പാദപീഠത്തെ മുറുകെ പിടിക്കാൻ പറ്റുവോ? ഹാലലുയ സ്തോത്രം. അതാണ് ഹാലലുയ. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞപ്പോ പലരും ശാസിച്ചു. പലരും പറഞ്ഞു, നിന്നെ ഒന്ന് അടങ്ങിയിരിക്കെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഹാലലുയ. ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇത്ര വലിയ ആരാധന, എന്നാ ശബ്ദമാ. ഹല്ലേലൂയ സ്തോത്രം. ഹാലലുയ ഇത്രമാത്രം വേണോ എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നവരുണ്ട്. പക്ഷേ അവൻ ഹാലലുയ ഏറ്റവും അധികമായി നിലവിളിച്ചു. യേശു നിന്നു. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ നിലവിളിയുടെ ശബ്ദത്തിന് മുമ്പിൽ മറികടന്നു പോകുവാൻ സർവശക്തനായ കർത്താവിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മുടെ കരത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ അതൊന്ന് ഏറ്റെടുക്കണം. ആമേൻ. ഇവിടെ പറയുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്തിന് ശക്തിപ്പെടണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. അവൻ തന്ത്രരൂപത്തിൽ കടന്നു വരുന്നതിനെ ദൈവ പൈതലെ നീ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഭവനത്തിന്റെ അകത്തളത്തിലേക്ക് ശത്രു കൊണ്ടുവരുന്നതായിട്ടുള്ള വിഷയം കാണുമ്പോ നീ എതിർത്ത് നിൽക്കണം. ആമേൻ. ജഡരക്തങ്ങളോടല്ല ഇവിടെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല.
ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേതിന് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അതും ഇതും പറയുക. അതല്ല, ഇവിടത്തെ എതിർത്തു നിൽപ്പെന്ന് പറഞ്ഞാൽ ആത്മീക പോരാട്ടമാണ്, ആത്മതലത്തിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കാത്തിരിക്കാൻ തയ്യാറാണോ? നിന്നെ ബലപ്പെടുത്തുവാൻ, പുത്തരഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ആ സർവശക്തനായ കർത്താവ് ഹല്ലേലൂയ കൂടെ ഉണ്ട്. ദൈവവൈദ്യരെ ഒന്നിരിക്കാമോ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്തിന്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ശത്രു കരുക്കളാക്കി വ്യക്തി ജീവിതങ്ങളെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ നമ്മുടെ പോരാട്ടം ആ ജഡരക്തങ്ങളോട്, ആ വ്യക്തികളോട് ആയിരിക്കരുത്. കാരണമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ജഡീക പ്രവർത്തികളാൽ ഹല്ലേലൂയ പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് നാം ജഡത്തിന്റെ പ്രവൃത്തിയായ പക, പിണക്കം, ഹല്ലേലൂയ വിദ്വേഷം എന്നിവ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ ഹല്ലേലൂയ സ്തോത്ര കർത്താവിന്റെ വരവിന് പോകത്തില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കോപം, ക്രോധം, കുറ്റാരം, പക, പിണക്കം, ഹല്ലേലൂയ പോകാണ് ഒരു ലിസ്റ്റ് ജഡത്തിന്റെ പ്രവർത്തികളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്ന നിമിത്തം ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ വരവിന് പോകത്തില്ല. വിശുദ്ധരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. കാരണം താൻ വിശുദ്ധനാ. താൻ വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധയായ ഒരു മണവാട്ടിയാ തനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഇല്ലാതെയാക്കാൻ ശത്രു ചില വ്യക്തികളെ കരത്തിലെടുക്കും ദൈവമക്കളെ. യെസ്, ഹല്ലേലൂയ. സാത്താൻ കൊമ്പ് വെച്ച് ഇങ്ങനെ വന്നല്ലല്ലോ പോരാടുന്നത്. അവൻ വ്യക്തികളെ ഹല്ലേലൂയ കരത്തിലെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ നാം അവരോട് പോരാടരുത്. അതിന്റെ പുറവി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ഓ റബാശവന. ഹല്ലേലൂയ. അത് ആത്മീക കണ്ണാൽ കാണണം. അതുകൊണ്ടാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ നാം ആരോട് പോരാടും? ജഡരക്തങ്ങളോട് പോരാടും. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ കാണത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും എന്നറിയാമോ? ആത്മാവിന്റെ ഫലം ഉണ്ടാകും. ആ വ്യക്തിക്ക് വേണ്ടിയും നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവെ അവരുടെ അറിവില്ലായ്മയാണ്, അവരിൽ കൂടെ ശത്രു പ്രവർത്തിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നമ്മൾക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മീക ഗോളത്തിൽ ഏറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? ജഡീക പോരാട്ടങ്ങൾ. ഹല്ലേലൂയ. ജഡീക പോരാട്ടങ്ങൾ, പൊസിഷനിനുള്ള പോരാട്ടം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പൊസിഷൻ, ചെയർ കിട്ടാനുള്ള പോരാട്ടം. ഹല്ലേലൂയ. അതിന് പിന്നിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എന്തിന് ഞാൻ വിവരിച്ച് സമയം കളയുന്നത്? ഹല്ലേലൂയ സ്തോത്രം. പോരാട്ടം നടത്തുക ഇവിടത്തെ കസേറയ്ക്ക്. ഹല്ലേലൂയ. ഇതൊന്നും ആത്മീകമല്ല, ആത്മീകമല്ല, ആത്മീകമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമേ അല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ദൈവമക്കളോട് പറയാം, നാം ജഡത്തിൽ വസിക്കുന്നവരാണ്. ആമേൻ. നാം ജഡത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നാം ജഡത്തിൽ വസിക്കുന്നവരാകൊണ്ട് ജഡീക പ്രവർത്തികൾക്ക് ഹല്ലേലൂയ ഒരു വിഷയം നമ്മുടെ കാതിലേക്ക് നമുക്ക് വിപരീതമായിട്ടുള്ളത് കണ്ടാൽ ആദ്യം ഉണരുന്നത് ജഡമാ. ജഡം ഉണർന്നിട്ട് പറയാം അതത്ര അങ്ങോട്ട് ശരിയായില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ അത് ആത്മാവിനാൽ അങ്ങ് നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ അങ്ങോട്ട് നിയന്ത്രിച്ചിട്ട് പറയാം അതിന് എനിക്ക് എന്നാ വേണം. അവിടെയാണ് ജയം. ഹല്ലേലൂയ സ്തോത്രം. അത് എന്നെ തൊടുന്ന വിഷയമൊന്നും അല്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പറയുന്നവരങ്ങോട്ട് പറയട്ടെ. ഓ ഹല്ലേലൂയ സ്തോത്രം. ഇതല്ല നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്താ നടക്കുന്നത്? എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്താ പൊങ്ങുന്നേ? ജഡം പൊങ്ങുകയാണ്.
Praise the Lord. ജഡീകന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ജഡീകന്മാർ, ആത്മീക കോളത്തിൽ ജഡീകന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ഇതൊരു ഫാക്റ്റ് ആണ്. ഹല്ലേലൂയ, ആത്മീക കോളത്തിൽ ജഡീകന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ചല്ല അവർ നടക്കുന്നത്. ഹല്ലേലൂയ, ജഡത്തെ അനുസരിച്ച് നടന്നാൽ ജഡീകന്മാരാണ്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ദൈവമക്കളാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മ അഭിഷേകത്തിന് ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് അത് പ്രാപിച്ചെടുത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും. അല്ലല്ലേ, പറയാൻ എളുപ്പമാ, കേൾക്കാൻ ഇതുണ്ട്, പക്ഷെ ഇത് ഇച്ചിരി പാടായില്ലേ? പാടാ. ആമേൻ, ഹല്ലേലൂയ. ഈസി അല്ല, അക്കരെ അങ്ങ് ചെല്ലണമെങ്കിൽ അതൊന്നും അത്ര ഈസി അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവകൃപ പ്രാപിച്ചെടുക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന അപ്പനുമായിട്ട് ഡീപ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ദൈവ പൈതലിന് ഇതൊന്നും ഒരു പാടുമില്ല. കാരണം കർത്താവ് കൂടുണ്ട്. Praise the Lord. Hallelujah. അവസാനത്തോളം ഞാൻ ഹല്ലേലൂയ കൂടിയിരിക്കാമെന്ന് പറഞ്ഞ ആ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. പോരാട്ടമുള്ളത് ഹല്ലേലൂയ ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ ഉള്ളത്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ട ആത്മസേനയോട്. ആമേൻ. ദുഷ്ടാത്മ സേനയോട്. ഹല്ലേലൂയ, സേനയോട്. ഒരു വലിയ സൈന്യം, സേന, അതിനോടാ പോരാട്ടമുള്ളത്. പക്ഷേ ദൈവ വൈദ്യലെ, നിനക്ക് ഹല്ലേലൂയ നിൽക്കാനുള്ളതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഏതുകൊണ്ട്? നിങ്ങൾക്ക് പോരാട്ടം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഒരു പോരാട്ടമുള്ള ദുർദിവസം നിന്റെ ജീവിതത്തിൽ വന്നാ എതിർത്ത് നിൽക്കണം. എന്നിട്ട് അത് മാത്രമല്ല, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. ഹല്ലേലൂയ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനായ ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച പിടിച്ചോണം. വിശ്വാസം എന്ന പരിച പിടിച്ചിട്ട് വചനമെന്ന ആത്മാവിന്റെ വാള് കയ്യിൽ പിടിച്ചോണ്ട് നിന്നോണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ നേരെ കടന്നു വരുന്ന ഈ വിഷയത്തിൽ ഞാൻ പതറത്തില്ല. എന്താ പിടിക്കുന്നേ? പരിചയ പിടിക്കുക. ആമേൻ. നിനക്ക് വിരോധമായുള്ള ഒരായുധം ഫലിക്കത്തില്ല. വാള് കയ്യിലുണ്ട്. ആമേൻ. വിശ്വാസം എന്ന പരിചയം, ഹല്ലേലൂയ, സ്തോത്രം. വചനം എന്ന വാളും പിടിച്ചു മുൻപോട്ട് ചുവട് വെക്ക്. സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉണരുക, എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ ദൈവ പൈതലിനെ നിന്നെ വിളിച്ചറിയിക്കുന്നത് കാന്തന്റെ വരവ് വാതിൽക്കലെത്തി. കാന്തയായ നാം ഒരുങ്ങുവാൻ സമയം. ഹല്ലേലൂയ. അതിലും ഇതിലും ദൃഷ്ടി വെച്ച് ഹല്ലേലൂയ, സ്തോത്രം. വലിയ അവകാശം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ക്രിസ്തുവിന് കൂട്ടവകാശികളായി നമ്മെ ആക്കി വെച്ചിരിക്കയാൽ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അവകാശം സ്വർഗത്തിലാണ്. നമ്മുടെ ഹല്ലേലൂയ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. Praise the Lord. ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഈ നാളുകളിൽ പുത്തൻ അഭിഷേകത്തോടെ, പുതിയ കൃപയോടെ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. കർത്താവ് നമ്മളെ എവിടെയാക്കി വെച്ചാലും, ദൈവമക്കളെ, കർത്താവ് നമ്മളെ എവിടെയാക്കി വെച്ചാലും അവിടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഒരു വാക്ക് മതി ഒരു വ്യക്തിയെ ഉറപ്പിക്കാൻ. ഞാൻ ഒറ്റ മിനിറ്റ് കൂടി എടുക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു സഹോദരി പെട്ടെന്ന്, ഞാൻ എന്റെ വചനം സെൻഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഹല്ലേലൂയ, എനിക്കറിയാം അത് ദൈവ നിയോഗമായിരുന്നു. ഒരു സഹോദരിയെ പെട്ടെന്ന് എന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരത്തി ഒന്ന് വിളിക്കണം എന്നുള്ളൊരു ഹല്ലേലൂയ, സ്തോത്രം, പ്രേരണ തന്നു. ആമേൻ. ഞാൻ പെട്ടെന്ന് വിളിച്ച ഉടനെ പുള്ളിക്കാരത്തി കോൾ എടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. കോൾ എടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് ഇടപെടാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി, ഞാൻ ഹല്ലേലൂയ ഒരു വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മുട്ടുമടക്കി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്റി എന്നെ വിളിക്കുന്നത്.
പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇതെന്നെ കർത്താവ് കേൾപ്പിച്ചതാ, ഈ ആലോചന എന്നെ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തിയതാ. ഞാൻ ഹല്ലേലൂയ പറഞ്ഞ ഓരോ ആലോചനയും എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 2-3 ദിവസത്തിന് മുമ്പേ ഒരു ദൈവദാസൻ തന്നോട് അറിയിച്ച ആലോചന ആന്റി അത് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എവിടെയായിരുന്നാലും കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫോൺ കോളിൽ വിളിക്കുമ്പോൾ ഒരു വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതായിരിക്കാം, ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ദൈവമക്കളെ, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാം. കാരണം കാന്തൻ വരാറായി. നമ്മൾ പ്രതിഫലത്തോടെ വേണം സ്വർഗത്തിൽ നിൽക്കുവാൻ. ലജ്ജിച്ച് തലകുനിച്ച് ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ ചിലവഴിക്കുവാൻ ആരും ഹല്ലേലൂയ ഇടയാകരുത്. പിന്നെയോ പ്രതിഫലത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുവാൻ സർവശക്തരായ കർത്താവ് എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ ബീന സിസ്റ്ററുണ്ട് ഒരു പ്രാവശ്യം കൂടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.